മുകേഷ് ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് നടിയുടെ അടുത്ത ബന്ധുവായ യുവതി ഉന്നയിക്കുന്നത്. 2014 ഇവരെ ചെന്നൈയിൽ എത്തിച്ച് ലൈംഗിക അടിമയാക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ പരാതി ഡിജിപിക്ക് നൽകിയിരിക്കുകയാണുണ്ട്. എന്താണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2014 എന്റെ 10th എക്സാം കഴിഞ്ഞുള്ള വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഫിലിമിന്റെ ഒക്കെ ഒരു ഓഡീഷൻ ഒക്കെ ഉണ്ട്. നീ നാട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെന്ന് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡേ ഒരു ഓഡീഷൻ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഓഡീഷന് വേണ്ടിയിട്ടല്ല എന്നെ കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ 5-6 ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ വന്ന് എന്റെ ദേഹത്ത് തൊടുകയും എന്റെ മുടിയും മുഖത്തൊക്കെ വന്ന് തൊടുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ കൈയൊക്കെ തട്ടി മാറ്റി. ഒരു വിധത്തിലാണ് ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞും ബഹളം വെച്ചിട്ടാണ് അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിയത്. എനിക്കറിയാത്തൊരു നാടാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അവസാനം അവർ തന്നെ എന്റെ ബഹളം വെക്കുന്നത് കണ്ടിട്ട് അവർ തന്നെ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു. മറ്റൊരു കാര്യം നിങ്ങൾ പരാതിയിലും പറയുന്നുണ്ട്, നേരത്തെ പറയുകയും ചെയ്തു, പല പെൺകുട്ടികളെയും ഇതുപോലെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് അന്വേഷണ സംഘത്തിന് നൽകാൻ നിങ്ങളുടെ പക്കലുണ്ടോ? ഈ പറഞ്ഞത് എന്നോട് പേഴ്സണലി പറഞ്ഞാണ്. ഞാൻ അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവർ നല്ല രീതിയിൽ നിന്നെ നോക്കിയോളും, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ ദുബായിലൊക്കെ പുള്ളിക്കാർ ഡാൻസ് ട്രൂപ്പിന്റെ ഒക്കെ പേരിൽ ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. അവർ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, സെക്ഷൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതായത് സെക്ഷൽ മാഫിയ തന്നെ, അതാണ് അവരവിടെ ചെയ്യുന്നതെന്ന് എന്നോട് ഓപ്പൺലി പറഞ്ഞതാണ്. അതായത് മാഫിയ എന്നുള്ള രീതിയിലല്ല, നീ വിഷമിക്കേണ്ട, നിനക്ക് അവിടെ ചെന്ന് വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിനക്ക് വേറെ കൂട്ടുണ്ടാവും, ഞാൻ തന്നെ ഒരുപാട് കുട്ടികളെ കയറ്റി വിട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാർ എന്നോട് പേഴ്സണലി പറഞ്ഞതാണ്. അതിനകത്ത് വേറെ തെളിവുകളായിട്ട് എന്റെ കയ്യിൽ